The next part, machine virtualization, also known as server virtualization. So type of virtualization is machine virtualization. So let's get into the machine virtualization. Or the definition. Creating a simple virtual machine on a physical machine using virtualization software. Actually machine virtualization നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നതൊക്കെ ഒരേ സെയിം സാധനമാണ്. അതായത് ഒരു വെർച്വൽ മെഷീൻ ഒരു ഫിസിക്കൽ മെഷീന്റെ മുകളിൽ വെർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നതിന് പറയുന്നതാണ് മെഷീൻ വെർച്വലൈസേഷൻ. എക്സാമ്പിൾ യൂസിങ് VMware to run Linux virtual machine on a Windows PC. അതിൽ നേരത്തെ പറഞ്ഞ പോലെ ഹോസ്റ്റ് ആൻഡ് ഗസ്റ്റ് സിസ്റ്റംസ് ഉണ്ട്. ഹോസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദ ഫിസിക്കൽ മെഷീൻ വേർ VMs റൺ. ആ വെർച്വൽ മെഷീൻ റൺ ചെയ്യുന്ന ഫിസിക്കൽ മെഷീനെ വിളിക്കുന്ന പേര് ഹോസ്റ്റ് എന്നും ആ ഫിസിക്കൽ മെഷീന്റെ മുകളിൽ വെർച്വൽ മെഷീനിൽ റൺ ചെയ്യുന്ന OS-നെ വിളിക്കുന്ന പേരാണ് ഹോസ്റ്റ്. ഐ മീൻ ദ സിസ്റ്റം. ഓക്കെ, ഇനി പണ്ടത്തെ മീൻസ് നമ്മള് വെർച്വൽ മെഷീൻ ഇല്ല, ഒരു സിംഗിൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യാം, ഒരു ഫിസിക്കൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നായിരുന്നു. അതായത് എൻ്റെ അടുത്ത് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വിൻഡോസ് ഓൺലി. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ വെർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ വെർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മാക് റൺ ചെയ്യാൻ പറ്റും അതിൻ്റെ അകത്ത്. ദെൻ അതുപോലെ എനിക്ക് ആൻഡ്രോയിഡ് റൺ ചെയ്യാൻ പറ്റും, അതിൻ്റെ അകത്ത് ഉബുണ്ടു റൺ ചെയ്യാൻ പറ്റും. സോ അതെങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ഇതിന്റെ കൂടെ അല്ലെങ്കിൽ നെക്സ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ യു ക്യാൻ പ്രാക്ടിക്കലി അത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് അഡ്വാൻറ്റേജ് ഓഫ് വെർച്വലൈസേഷൻ, which allows multiple operating system to run on a single physical machine. വെർച്വലൈസേഷന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇത് നമ്മൾ ഇതുവരെ പറഞ്ഞ സെയിം സാധനം, allowing multiple operating system to run on a single physical machine. So virtualization allows multiple OS to run on a single physical machine. And example എന്ന് പറയുന്നത് a single server running Windows server, Ubuntu and CentOS. ഇത് വേറെ OS ആണ്. വെർച്വൽ മെഷീൻ simultaneously ഒരു സിംഗിൾ സെർവറിനകത്ത് എനിക്ക് വിൻഡോസ് റൺ ചെയ്യാം, ഉബുണ്ടു റൺ ചെയ്യാം, അതുപോലെ മറ്റു OS റൺ ചെയ്യാം. ഡിഫറെന്റ് OS ടൈപ്പ് പോസിബിൾ ആണ്. ഗസ്റ്റ് OSഉം അതുപോലെ തന്നെ ഹോസ്റ്റ് OS സെയിം ആണെന്ന് യാതൊരു നിർബന്ധവുമില്ല. സോ അതിന് വേണ്ടി തന്നെയാണ് നമ്മൾ വെർച്വലൈസേഷൻ യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട്. ഒരു വെർച്വലൈസേഷൻ മെഷീനിൽ വിൻഡോസ് എനിക്ക് റൺ ചെയ്യാം, മറ്റൊരു വെർച്വൽ മെഷീനിൽ എനിക്ക് ലിനക്സ് റൺ ചെയ്യാം, വേറെ ഒന്നിൽ മാക് റൺ ചെയ്യാം. എല്ലാം ഒരു സെയിം ഫിസിക്കൽ കമ്പ്യൂട്ടർ, ഒരു സെയിം ഹോസ്റ്റിൽ എനിക്ക് റൺ ചെയ്യാൻ പറ്റും. ഐസൊലേഷൻ, ഓരോ വെർച്വൽ മെഷീനും ഇൻഡിപെൻഡന്റ്ലി ആണ് റൺ ചെയ്യുന്നത്. അതിന് അതിൻ്റെതായ OSഉം അതിൻ്റെതായ ആപ്ലിക്കേഷൻസും ഉണ്ടാവും വിത്തൗട്ട് ഇന്റർഫിയറിംഗ് വിത്ത് അതേഴ്സ്. നെക്സ്റ്റ് ഹാർഡ്വെയർ ആക്സസ്. ഹാർഡ്വെയർ ആക്സസ് എന്ന് പറഞ്ഞാൽ ഗസ്റ്റ് സിസ്റ്റം ക്യാൻ ആക്സസ് ഹോസ്റ്റ് ഹാർഡ്വെയർ. ഈ ഗസ്റ്റ് സിസ്റ്റത്തിന് ഹോസ്റ്റിന്റെ ഹാർഡ്വെയർ ആണ് നമ്മൾ യൂസ് ചെയ്യുക, കാരണം അതിന്റെ മുകളിലാണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. അതിന്റെ CPU, മെമ്മറി, സ്റ്റോറേജ്, നെറ്റ്വർക്ക്, പെരിഫറൽസ്, അതെല്ലാം ഗസ്റ്റ് സിസ്റ്റംസ് ഹോസ്റ്റ് ഹാർഡ്വെയറിൽ നിന്ന് ആക്സസ് ചെയ്യും. സോ ഇറ്റ്സ് നോൺ ആസ് ഹാർഡ്വെയർ ആക്സസ് ത്രൂ ദി വെർച്വലൈസേഷൻ ലെയർ. അതിനൊരു ലെയർ ഓഫ് വെർച്വലൈസേഷൻ ഉണ്ട്. സോ അത് വെച്ചിട്ടാണ്. Then traditional computer സിസ്റ്റത്തിൽ we have a processor, memory, disk and all those physical hardware resources. പക്ഷേ അത് നേരിട്ട് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദെൻ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാണ്. പക്ഷെ ഒരു വെർച്വൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നമ്മൾ ഈ ഫിസിക്കൽ ഹാർഡ്വെയർ റിസോഴ്സിന് മുകളിലായിട്ട് ഒരു ലെയർ ഓഫ് വെർച്വലൈസേഷൻ ഉണ്ടാവും. ഈ ലെയർ ഓഫ് വെർച്വലൈസേഷന് മുകളിലായിട്ട് നമുക്ക് എത്ര നമ്പർ ഓഫ് വെർച്വൽ മെഷീൻസ് വേണമെങ്കിൽ റൺ ചെയ്യാം, which compatible with the physical hardware resources, that how much we have, how much powerful is our PCs. So this is a conventional computing system versus a virtualized computing system. ഇനി കമ്പാരിസൺ ബിറ്റ്വീൻ നോൺ വെർച്വലൈസ്ഡ് ആൻഡ് വെർച്വലൈസ്ഡ് മെഷീൻ എൻവയോൺമെന്റ്. നോൺ വെർച്വലൈസ്ഡ് എൻവയോൺമെന്റിൽ എന്താണ് നടക്കുന്നത്? ഒരു സമയത്ത് അറ്റ് എ മൊമെന്റ് വൺ സിംഗിൾ OS ക്യാൻ റൺ ഓൺ എ ഫിസിക്കൽ മെഷീൻ. ഒരു ഫിസിക്കൽ മെഷീൻ്റെ അകത്ത് ഒരു സിംഗിൾ OS മാത്രമേ റൺ ചെയ്യാൻ പറ്റൂ അറ്റ് എ മൊമെന്റ്. ഇനി വെർച്വലൈസ്ഡ് എൻവയോൺമെന്റിൽ മൾട്ടിപ്പിൾ OS ക്യാൻ റൺ സൈമൾട്ടേനിയസ്ലി ഓൺ വൺ ഫിസിക്കൽ മെഷീൻ. സോ വെർച്വലൈസ്ഡ് എൻവയോൺമെന്റിൽ മൾട്ടിപ്പിൾ OS ക്യാൻ റൺ സൈമൾട്ടേനിയസ്ലി ഓൺ ഒരു ഫിസിക്കൽ മെഷീന്റെ മുകളിൽ മൾട്ടിപ്പിൾ OS റൺ ചെയ്യാൻ പറ്റും. Application and hardware system remain tightly coupled. Application ആണ് tightly coupled ആണ്, which means that like ഹാർഡ്വെയറിൽ എന്ത് നടക്കുമോ അതാണ് നേരിട്ട് ആപ്ലിക്കേഷനിലേക്ക് എന്താ പറയാ റിഫ്ലക്ട് ആകുന്നത്. സോ പക്ഷേ വെർച്വൽ മെഷീൻസ് ഐസൊലേറ്റ് ആപ്ലിക്കേഷൻസ് ഫ്രം ദ അണ്ടർലൈൻ ഹാർഡ്വെയർ ഒരു വഴിക്ക് പോകും, അത് ഐസൊലേറ്റ് ചെയ്യും. വെർച്വൽ മെഷീൻസ് അതിന്റെ ആപ്ലിക്കേഷൻസ് ഹാർഡ്വെയർ ആയിട്ട് ഐസൊലേറ്റ് ചെയ്യും, കാരണം ഒന്നിൽ കൂടുതൽ വെർച്വൽ മെഷീൻസ് ഉണ്ടാവും. സോ ലൈക്ക് തമ്മിൽ ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. സോ അത് ഐസൊലേറ്റ് ചെയ്യും ആപ്ലിക്കേഷൻസ്. റിസോഴ്സ് യൂട്ടിലൈസേഷൻ റേറ്റ് ഈസ് ലോ ഇൻ മോസ്റ്റ് ഓഫ് ദ ടൈംസ്. റിസോഴ്സ് യൂട്ടിലൈസേഷൻ പൊതുവെ കുറവായിരിക്കും. ഇത് റിസോഴ്സ് യൂട്ടിലൈസേഷൻ ഇംപ്രൂവ്സ് ആസ് മൾട്ടിപ്പിൾ വെർച്വൽ മെഷീൻ ഷെയർ സെയിം സെറ്റ് ഓഫ് ഫിസിക്കൽ റിസോഴ്സസ്. യെസ്, ഇതിൽ മൾട്ടിപ്പിൾ വെർച്വൽ മെഷീൻസ് ഒരേ സെറ്റ് ഓഫ് ഫിസിക്കൽ റിസോഴ്സ് പല വഴിക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് റിസോഴ്സ് യൂട്ടിലൈസേഷൻ കൂടും. ഇതിൽ മറ്റേ റിസോഴ്സ് യൂട്ടിലൈസേഷൻ കുറവായിരിക്കും. നോൺ വെർച്വലൈസ്ഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ മോർ ആയിരിക്കും. ദീസ് ഇൻക്രീസ് കോസ്റ്റ് ഓഫ് ബിസിനസ് ഡ്യൂ ടു ലോ റിസോഴ്സ് യൂട്ടിലൈസേഷൻ. അപ്പോൾ എന്താ വെച്ചാൽ ഇതിന്റെ കോസ്റ്റ് കുറവായിരിക്കും, ഇതിന്റെ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും കുറച്ചുകൂടി. ഇൻഫ്ലെക്സിബിൾ അപ്രോച്ച് ആണ്
These are more flexibility to system designers, which means you can like flexibility എന്ന് പറഞ്ഞാൽ you can അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് ചെയ്യാൻ പറ്റും കാരണം ഒരു സിംഗിൾ OS ഒരു tightly coupled അല്ല, you can change to any other OSs. So, next നമുക്ക് നോക്കാനുള്ളതാണ് hypervisor, which is as a like virtual machine monitor. ഇതും നമുക്ക് ഈ വീഡിയോ തന്നെ കവർ ചെയ്ത് പോവാം. സോ ഒരു 10 മിനിറ്റുകളിൽ ഇത് തീർക്കാമല്ലോ. ഹൈപ്പർവൈസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ആ ഒരു ലെയർ ഫിസിക്കൽ റിസോഴ്സസിനെയും യൂസേഴ്സിനെയും ലൈക്ക് വെർച്വൽ മെഷീനെയും നടുവിൽ നിൽക്കുന്ന ഒരു അണ്ടർലൈൻ ലെയർ ആണ് ഹൈപ്പർവൈസർ എന്ന് പറയുന്നത്. ഇസ് ഓൾസോ നോൺ ആസ് വെർച്വൽ മെഷീൻ മോണിറ്റർ VMM. It's a software layer that creates and manages virtual machines by presenting a virtual operating platform to the system. So the software layer ആണ് that creates and manages virtual machines, create a managing ചെയ്യും by presenting a virtual operating platform to the guest systems. ഈ guest systems വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. സോ അതിന് വെർച്വൽ ഓപ്പറേറ്റിംഗ് പ്ലാറ്റ്ഫോം കൊടുക്കുന്ന ആരാണ്? ദിസ് ഇസ് ഹൈപ്പർവൈസർ. മെയിൻ റോൾ അതിന്റെ റോൾസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ക്രിയേറ്റിംഗ് വെർച്വൽ മെഷീൻസ് ഓവർ ദ വെർച്വലൈസേഷൻ ലെയർ. ആ വെർച്വലൈസേഷൻ ലെയറിന്റെ മുകളിൽ വെർച്വൽ മെഷീൻസ് ക്രിയേറ്റ് ചെയ്യുക. അലൊക്കേറ്റ്സ് ആൻഡ് ഷെയർസ് ഫിസിക്കൽ റിസോഴ്സസ്, CPU, മെമ്മറി, സ്റ്റോറേജ്, നെറ്റ്വർക്ക്. വെർച്വൽ മെഷീൻസുകൾ പല വെർച്വൽ മെഷീൻസുകൾ ഉണ്ടാവും. അവർക്കൊക്കെ അവരുടേതായ ഫിസിക്കൽ റിസോഴ്സസ് ഭാഗം ചെയ്ത് കൊടുക്കുന്നതും അലൊക്കേറ്റ് ചെയ്യുന്നതും ഹൈപ്പർവൈസർ ആണ്. It also monitors and controls virtual machine execution. ഈ virtual machine execution monitor ചെയ്യും control ചെയ്യും. Then we have isolation, അതായത് isolate ചെയ്യും. കാരണം all VMs run independently as if they were separate. ഓരോ virtual machines ഒരു separate computer പോലെ തന്നെ വർക്ക് ചെയ്യും because they have different OS or even they have same OS. So even though they share the same physical hardware ആണ് ഷെയർ ചെയ്യുന്നതെങ്കിലും അവർ ഐസൊലേറ്റഡ് ആയിരിക്കും. ഓരോരുത്തർ ഇൻഡിപെൻഡന്റ്ലി ആണ് വർക്ക് ചെയ്യുന്നത്. Then abstraction that we already took, like hypervisor hide the hardware details hiding from the VMs and presence virtualized resources ആയിരിക്കും കാണിക്കുക. അതിന്റെ അകത്ത് virtualized RAM, virtualized CPU, virtualized peripherals, networks and all those kind of things. ഡിഫറെന്റ് OS സപ്പോർട്ട് ചെയ്യും. വിൻഡോസ്, ലിനക്സ്, മാക്, സിംഗിൾ സെർവറിൽ പറയും, നേരത്തെ പറഞ്ഞ തന്നെ. ഇനി ഹൈപ്പർവൈസേഴ്സിന്റെ 2 ടൈപ്സ് ഉണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി പഠിക്കും. സോ ആ 2 ടൈപ്പ് ഉണ്ട് പഠിച്ചേക്കുക. ടൈപ്പ് 1 ബെയർ മെറ്റൽ. ബെയർ മെറ്റൽ എന്ന് പറയുന്നത് നേരെ ഹാർഡ്വെയറിൽ നേരിട്ട് റൺ ചെയ്യുന്നതാണ് ബെയർ മെറ്റൽ എന്ന് പറയുന്നത്. ഡയറക്ട്ലി ഓൺ ഹാർഡ്വെയർ. അതിന് എക്സാമ്പിൾ ആണ് VMware SK, മൈക്രോസോഫ്റ്റ് Hyper-V, Xen. ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ ഹോസ്റ്റഡ് ആണ്. ഒരു ഹോസ്റ്റേഴ്സിനെ മുകളിൽ റൺ ചെയ്യുക. അതാണ് നമ്മൾ സാധാരണ നമ്മൾ യൂസേഴ്സ് യൂസ് ചെയ്യുന്ന ഐറ്റംസ് ലൈക്ക് വെർച്വൽ ബോക്സ്, ഒറാക്കിൾ വെർച്വൽ ബോക്സ്, VMware വർക്ക് സ്റ്റേഷൻ. ഓക്കെ, അതിനകത്ത് ലൈക്ക് ഓൾറെഡി ഒരു ഹോസ്റ്റ് OS ഉണ്ടാവും. വിൻഡോസിന്റെ മുകളിൽ റൺ ചെയ്യാനിരിക്കുക. വിൻഡോസിന്റെ മുകളിൽ ഞാൻ വെർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്തു, അതിൻ്റെ അകത്ത് ഞാൻ ലിനക്സ് റൺ ചെയ്യുകയാണെങ്കിൽ അത് ഹോസ്റ്റഡ് ടൈപ്പ് ഓഫ് ഹൈപ്പർവൈസർ ആണ്. ഒരു സെർവർ, അത് ഓൾറെഡി കിടക്കുന്ന ഒരു ഹാർഡ്വെയർ നമ്മൾ നേരിട്ട് ഇതുപോലെ റൺ ചെയ്യുകയാണെങ്കിൽ അത് ബെയർ മെറ്റൽ ഹൈപ്പർവൈസേഴ്സ് ആണ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വെർച്വൽ മെഷീൻസ് ആണ് which will be discussed in the next video. Thank you.